ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്ന് കല്ലുമ്മക്കായി അരി അരക്കാതെ കുതിർത്താതെ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യണം കേട്ടോ. കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി നമുക്ക് ഫുഡ് പോയ്സണൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായി ആദ്യം പുറത്തുള്ള കച്ചറകളൊക്കെ മാറ്റി നല്ലോണം കഴുകി ഇതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പം പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. നമ്മൾ പാമ്പെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ആ സാധനം എടുത്ത് കളയണം കേട്ടോ. അതാക്കാണ്ടില്ല നിങ്ങൾ ഇതുപോലൊരു പാമ്പം പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതെടുത്ത് കളഞ്ഞ് ഒന്നുകൂടി കഴുകി ക്ലീൻ ചെയ്യണം. നമ്മുടെ ഉമ്മാമ്മമാർക്കൊക്കെ കറക്റ്റ് അറിയായിരിക്കും കല്ലുമ്മക്കായ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്നൊക്കെ. അപ്പോൾ ഇവിടെ ഉമ്മയാണ് കേട്ടോ ക്ലീൻ ചെയ്ത് തരുന്നത്, ഞാനല്ല, ഉമ്മയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കത്തി കൊണ്ടിങ്ങനെ നടുവ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം മാറ്റിയാൽ മതി, പെട്ടെന്ന് കഴിയും. അതിനുശേഷം നമ്മൾ ഇതുപോലെ പക്കുള്ള കിണ്ണത്തുമ്മലോ എന്തുമെങ്കിലും ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊർന്ന് സെറ്റായിക്കോളും. അപ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പുട്ടുപൊടി വെച്ചാണ് കേട്ടോ ഇതിൻ്റെ കല്ലുമ്മക്കായൻ്റെ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ കല്ലുമ്മക്കായ കൊണ്ട് തന്നെ കുറച്ചാവേണ്ടു. അപ്പോൾ ഞാൻ പുട്ടുപൊടി പകുതി ആട്ടോ എടുക്കുന്നുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പൊടി നിറച്ച് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു തേങ്ങയുടെ പകുതി തേങ്ങ കേട്ടോ ഞാൻ എടുത്തത്. അതിലേക്ക് പെരിഞ്ജീരകം, വലിയ ജീരകം 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു വലിയ ഉള്ളിയുടെ പകുതി അത് ചേർത്ത് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് നേരത്തെ മാറ്റി വെച്ച പുട്ടുപൊടിയില്ലേ, അതിപ്പോൾ നല്ലൊരു ഹാർഡ് പോലെ തോന്നും കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നേരത്തെ ബാക്കിയുള്ള വെള്ളം, ചൂടുവെള്ളം അതുകൂടി ഒഴിച്ച് ഒരു മാവ് പരുവത്തിന് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങാ മിക്സ് ഈ സമയം തന്നെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് തണിഞ്ഞുകൊണ്ട് തന്നെ കൈയൊന്നും അങ്ങനെ പൊള്ളുമൊന്നുമില്ല. അഥവാ പൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കി നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇങ്ങനെ ഈ പുട്ടുപൊടി വെച്ച് ചുടുന്ന കല്ലുമ്മക്കായ കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. തീരെ ഹാർഡൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് പണിയും കുറഞ്ഞ് കിട്ടും. പെട്ടെന്ന് അരിയൊന്നും പുതിർത്തിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് പെട്ടെന്ന് തന്നെ ആക്കി കിടക്കും. അല്ലെങ്കിൽ അരി പുതിർത്തണം, അത് അരക്കണം, പിന്നെ അത് ടൈറ്റ് ആക്കണം, ഒരുപാട് പണിയല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് കല്ലുമ്മക്കായ പെട്ടെന്നായി കിട്ടും. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്താൻ പറ്റുന്ന ഒരു പരുവാവൂലേ, ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി നമ്മൾ കല്ലുമ്മക്കായി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെടുക്കുക. നമ്മുടെ പുട്ടുപൊടി തേങ്ങാ മിക്സില്ലേ അത് എടുക്കുക. നമ്മുടെ കല്ലുമ്മക്കായ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് പണി കഴിയും. ഞാൻ അധികം നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു ഒത്ത രീതിയിൽ മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എനിക്ക് കിട്ടിയ കല്ലുമ്മക്കായ ചെറുതാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുള്ള് ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവി കയറ്റി ഒരു 15 മിനിറ്റ് അത്രയും സമയം വേണ്ടു, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തണിഞ്ഞിട്ടിട്ട് അതിൻ്റെ തോട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ തോട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ മക്കൾക്ക് ഇഷ്ടം ഇങ്ങനെയാണ്. അവർക്ക് എരിവ് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, പൊരിക്കാണ്ട്. അപ്പോൾ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തോട് മാറ്റി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ഉപ്പും ചേർക്കണം കേട്ടോ. മിക്സിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി തിളച്ച എണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ടയില്ല. ഇപ്പോൾ കല്ലുമ്മക്കായൻ്റെ സീസൺ ഒന്നുമല്ല കേട്ടോ, അതുകൊണ്ട് ചെറിയ കല്ലുമ്മക്കായ മാർക്കറ്റിലൊക്കെ ഉള്ളൂ. എന്നാലും എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ പുട്ടുപൊടി വെച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കല്ലുമ്മക്കായ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഉമ്മയൊക്കെ എല്ലാ ദിവസവും ചെയ്യാന്ന് വെച്ചാൽ അരി പുതിർത്തി അരച്ച് അത് ടൈറ്റാക്കി പിന്നെ നമ്മുടെ തേങ്ങാ മിക്സും ചേർത്ത് അങ്ങനെയായിട്ട് ഉണ്ടാക്കുക. ഇതുപോലെ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ പുട്ടുപൊടി വെച്ച് ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റുന്ന സമയത്തൊക്കെ മക്കൾ ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണുള്ളൊരു ഐറ്റമാണല്ലേ ഈ കല്ലുമ്മക്കായ. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഐറ്റം ആയതുകൊണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇത്രയും ഇഷ്ടം. അപ്പോൾ കല്ലുമ്മക്കായ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ. ചൂട് കട്ടൻ ചായയും നല്ല സോഫ്റ്റ് കല്ലുമ്മക്കായും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ് കല്ലുമ്മക്കായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.